നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. രണ്ട് യുവഗായകരെയാണ് JB ജംഗ്ഷനിൽ അതിഥികളായി ഞങ്ങൾ കൊണ്ടുവരുന്നത്. റിയാലിറ്റി ഷോയുടെ മടിത്തട്ടിലൂടെ വളർന്ന് മലയാള സിനിമയിൽ ഒട്ടേറെ നല്ല ഗാനങ്ങൾ സംഭാവന ചെയ്ത മൃദുല വാര്യർ, അതുപോലെ തന്നെ ജോബ് കുര്യൻ, ഇരുവരെയും നമുക്ക് JB ജംഗ്ഷന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. രണ്ടുപേരെ ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. രണ്ടുപേരും മലയാളിക്ക് പ്രിയങ്കരായിട്ടുള്ള രണ്ട് ഗായകരാണ്. മൃദുല ചെറുതായിരിക്കുന്ന സമയത്ത് എനിക്കറിയാം. മൃദുല റിയാലിറ്റി ഷോയുടെ എന്താണ് തട്ടകങ്ങൾ ഇങ്ങനെ പിച്ച് വെക്കുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ഉഷാറോടെ ഒരു പാട്ടോടെ നമുക്ക് ഇവരെ വരവേക്കാം. മൈക്കെടുക്ക്. ഇതാ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മണിക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന് നിറന്നേ നിറന്നേ കൂട്ടിന് വന്നതാനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് നിറ പറയണ നിറയണ്ടേ തന്തിര തന്നാരോ പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് നിറ പറയണ നിറയണ്ടേ തന്തിര തന്നാരോ. മൃദുലയുടെ ആ മനസ്സിലുള്ള ഭയം മാറ്റാൻ വേണ്ടിയാണ് ജോബ് അങ്ങനെ ചെയ്തത്. ഇത് ജോബിന്റെ മനസ്സിലെ പേടി മാറ്റാൻ വേണ്ടി മൃദുല രണ്ടുപേരും പാടിക്കൊടുക്കാം. ആകെ പേടിച്ചിട്ട് തുടങ്ങി. എന്തിനാ പേടിക്കണേ? ഇത്രയും സുരക്ഷിതമായ ഒരു വേദി എവിടെയും കിട്ടുക. നിങ്ങൾ രണ്ടുപേർക്കും സവിശേഷമായൊരു സാഹചര്യമുണ്ട്. രണ്ടുപേരും ടെലിവിഷൻ്റെ സ്റ്റുഡിയോ എന്താ പറയുക സമുച്ചയങ്ങളിലാണ് യഥാർത്ഥത്തിൽ പിച്ച് വെച്ച് കയറിയത്. ജോബും എനിക്ക് തോന്നുന്നു ആദ്യം ശ്രദ്ധേയനായത് സൂപ്പർ സ്റ്റാറിലാണ്. കൈരളിയുടെ ഗന്ധർവ സംഗീതത്തിലെ വിന്നറായിരുന്നു. സ്റ്റാർ സിംഗറിൽ ഫസ്റ്റ് റണ്ണപ്പറായിരുന്നു അല്ലേ? അങ്ങനെ മൃദുലനെ ഞാൻ രണ്ട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിലെ ഗായകരെ സ്ഫുടം ചെയ്തെടുത്തത് ടെലിവിഷൻ ചാനലുകളാണ്. പണ്ടൊക്കെ ആൾക്കാർ പറയായിരുന്നു ടെലിവിഷൻ പാട്ടിനെ മോശപ്പെടുത്തുക ചെയ്യുന്നു. പക്ഷേ നിങ്ങളെപ്പോലെ എത്രയോ നല്ല ഗായകരെ മലയാള ഗാനശാലയ്ക്ക് ടെലിവിഷൻ സംഭാവന ചെയ്തിരിക്കുന്നു. ജോബതാരത്തിൽ സംഗീതത്തിലേക്ക് വരാൻ ആലോചിച്ച ആളൊന്നും അല്ലല്ലേ? അല്ല, മ്യൂസിക് തന്നെയായിരുന്നു സാർ താല്പര്യം. പക്ഷേ ഒരു അടിസ്ഥാനപരമായ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു ഇത് ഫാദറും പാരൻസൊക്കെ ഒരു ഈവൻ ഐ ഫെൽറ്റ്, എനിക്കും തോന്നി അങ്ങനെ ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഫുൾ ഓൺ ശ്രമിക്കാം. നേരത്തെ പാടുന്നുണ്ടായിരുന്നു കോളേജിലും സ്കൂളിലൊക്കെ ആയിട്ട്. പക്ഷേ പ്രൊഫഷണലായിട്ട് ചെയ്യുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല സാർ, ഓണസ്റ്റ്ലി. പിന്നെ അച്ഛനാണൊരു സ്വാധീനം. അതെ അതെ. വരട്ടെ. ഞാൻ ജോബിൻ്റെ ഫാദറാണ് കുര്യൻ. ഇത് ജോബിൻ്റെ അമ്മ, ഇത് ജോബിൻ്റെ മോന്. എനിക്ക് ജോബിനോട് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഈ സിനിമ പാട്ടുകളുടെ കൂടെ തന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇപ്പോൾ അവസാനം എന്താവോ എന്നുള്ള ആ ഒരു പാട്ടും എല്ലാം ആ ഇൻഡിപെൻഡൻറ്റ് ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിന് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഭാവിയിൽ എന്ത് സാധ്യതകളാണ് ഉള്ളത്? അച്ഛനാണ് വലിയ ഗഹനമായൊരു ചോദ്യം ചോദിച്ചേക്കുന്നത് അല്ലേ? സാർ എനിക്ക് തോന്നുന്നത് ഇപ്പം സിനിമയിൽ ഇപ്പം ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സാർ, ഓണസ്റ്റ്ലി. നമുക്കിപ്പോൾ അവസരങ്ങൾ വരാതിരിക്കാം. നമ്മളങ്ങനെ കണ്ടീഷണലായിട്ട് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സാർ. പോകുന്നിടത്തോ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണ്. കമ്പോസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇൻഡിപെൻഡൻറ്റ് പാരലൽ പോകട്ടെ. അല്ല, അത്
മാക്സിമം എൻ്റെ ഹാർട്ട് ആൻഡ് സോൾ ഞാൻ കൊടുത്തിട്ട് ശ്രമിക്കാറുണ്ട്. എൻ്റെ സ്വന്തം പാട്ടുകളായാലും പാടാൻ വിളിച്ചാലും. അപ്പം സിനിമയിൽ പാടുന്ന ഒരു ചലഞ്ചാണ്. അപ്പോൾ മുന്നിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാനൊക്കെ കുറച്ച് പാടാണ്. ബട്ട് അപ്പോൾ അതാണ് സത്യം സാർ. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇവിടെ ഇപ്പോൾ കേരളത്തിലായിട്ട് വരുന്നുണ്ട്. ബിക്കോസ് ഓഫ് യൂട്യൂബ്, സോഷ്യൽ മീഡിയ, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് ആർട്ടിസ്റ്റ് ക്യാൻ എക്സ്പ്രസ് ദെംസെൽഫ്. ആരുടെയും സഹായം വേണ്ട, ശുപാർശ വേണ്ട, പുതിയാൽ വെട്ടില്ല, പാരവെപ്പില്ല, ഇതൊക്കെയല്ലേ ജോബ് ഉദ്ദേശിച്ച്? അല്ല, ഇപ്പൊ നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും. നമുക്ക് ആരുടെ മുമ്പിൽ പോലും യാചിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരോടും നല്ല ഇതിൽ തന്നെയാണ്. പക്ഷെ ആരെയും ഇത് പറഞ്ഞ് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ പറ്റും. ഈ ആലപ്പുഴക്കാരനല്ലേ? അതെ, കുട്ടനാടുകാരൻ. അപ്പോൾ ആ കായലിൻ്റെ ഒരു സംഗീതം ജോബിനെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നുണ്ട്. അതെ, ഫോക്ക് ഇൻഫ്ലുവൻസ്ഡ് ആണ് കുറച്ച്. ചെറുപ്പത്തിലൊക്കെ പാടിയിരുന്ന വരട്ടെ. ചെറിയ ക്ലാസ്സിലൊന്നും പഠിപ്പിച്ചിരുന്നില്ല സംഗീതം? സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നുണ്ടായിരുന്നു. സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത്. പിന്നെ കോമ്പറ്റീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാർ ഐ വാസ് നോട്ട്. ആണോ ജോബ്? ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഇടിച്ചു നിൽക്കുന്ന പരിപാടി കുറവാണ് സാർ. ഷൈ ആണെങ്കിലും ചില മേഖലയിലൊക്കെ കുറച്ച് ആ ഷൈനസ് ഒന്നും കണ്ടില്ലാത്ത ആൾക്കാർ പറയുന്നുണ്ട്. സാർ ഉദ്ദേശിച്ചത് ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ കൊണ്ട് ഉദ്ദേശിപ്പിക്കുക ഇപ്പൊ വരട്ടെ. ചെറുപ്പകാലം മുതലേ ജോബിൻ്റെ സംഗീത അധ്യാപകനായിരുന്നു ഞാൻ. പിൽക്കാലത്ത് ഗായകനായപ്പോൾ പല കലാകാരന്മാരുടെയും ശിക്ഷണത്തിൽ ജോബ് അഭ്യസിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലെ തുടർന്നും പരിശീലിക്കാൻ ആഗ്രഹമുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ജോബിനെ ആദ്യകാലത്ത് പഠിപ്പിച്ച ആളാണ്. മറന്നിട്ടില്ല, ശിഷ്യനെ മറന്നിട്ടില്ല, മറന്നിട്ടില്ല, ഒരിക്കലും മറക്കാൻ പാടില്ല. അദ്ദേഹം ഏതൊക്കെ പടവുകളാണ് ഇനി ജോബ് ചവിട്ടിക്കയറാൻ പോകുന്നതാണ് പഴയ ഗുരുനാഥൻ ചോദിക്കുന്നത്. ഒരിക്കലും നിർത്താൻ പറ്റാത്തൊരു പ്രോസസ്സാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അനുഭവവും വിശ്വാസവും അങ്ങനെ തന്നെയാണ് സാർ. ഇപ്പം പെരുമ്പാവൂർ ജി രവീന്ദ്രൻ സാറിൻ്റെ അടുത്ത് ക്ലാസ്സിന് പോകാറുണ്ട്. സാറ് ഇടയ്ക്ക് സാറിൻ്റെ ആരോഗ്യം ഒക്കെ നോക്കിയിട്ട്. പിന്നെ പിയാനോ കുറച്ച് ഫാദർ തോമസ് ചേതന അച്ഛൻ്റെ അടുത്ത് കുറച്ച് ആൾ പഠിച്ചിട്ടുണ്ട്. സോ പഠിക്കുന്നത് ഒരിക്കലും നിർത്താൻ പറ്റില്ലല്ലോ. മൃദുല എത്ര ക്ലാസ്സിലാണ്? ചെറിയ ക്ലാസ്സിൽ തുടങ്ങി പഠിത്തമല്ലേ? ഞാൻ ചെറുതാകുമ്പോൾ തന്നെ തുടങ്ങി. മൃദുലനെ ഒരു ഗായികയാക്കണമെന്ന് കുടുംബം തീരുമാനിച്ചത്? അയ്യോ, അങ്ങനെയല്ല സാർ. ജോബേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവർക്കും പാടാനും, രണ്ടുപേർക്കും അച്ഛനും അമ്മയ്ക്കും പാടാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടതുപോലെ പഠിക്കാനൊന്നും പറ്റിയില്ല. റിയാലിറ്റി ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, നമ്മളെ ഒരു ജനറേഷന് കിട്ടിയ പോലെ പ്ലാറ്റ്ഫോം ഒന്നും അന്നത്തെ ഒരു ജനറേഷനിലുള്ളവർക്കൊന്നും അധികം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ മാക്സിമം പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് അവർക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു, അച്ഛനും അമ്മയ്ക്കും. അങ്ങനെ ഇതുവരെ അവർ സപ്പോർട്ട് ചെയ്ത് വരുന്നു. എന്തായാലും ഫാമിലിയാണ് നിങ്ങളുടെയൊക്കെ രണ്ടുപേരുടെയും സംഗീതത്തെ പ്രോത്സാഹിപ്പിച്ചത്. പക്ഷെ ഫാമിലി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്നും സംഗീതത്തിലേക്ക് വരില്ലായിരുന്നു. മൃദുലയ്ക്കാണെങ്കിൽ അച്ഛൻ മാത്രമല്ല, അതാ നോക്ക് എവിടുന്നാ തുടങ്ങുന്നത് സപ്പോർട്ട്. അമ്മ വഴിക്ക് നോക്കിയാലും അച്ഛൻ വഴിക്ക് നോക്കിയാലും മൃദുലയ്ക്ക് പാട്ടിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. മൃദുലയുടെ ഒരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ മിടുമിടുക്കനായ ഒരു പാട്ടുകാരനാണ്, ജയദീപൻ എന്നാണ് പേര്. അതുകൊണ്ട് മൃദുല പാട്ടുപാടുന്നത് ഞങ്ങൾക്കൊരു അത്ഭുതമല്ല, ഞങ്ങൾക്ക് ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. ഈ കാലത്ത് മലയാളത്തിൻ്റേതായ സകലതും വലിച്ചെറിഞ്ഞു കളയുന്ന ഒരു പ്രകൃതിയാണ് പൊതുവെ. മൃദുല ആ പഴയ പാരമ്പര്യത്തെ വലിച്ചെറിയുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യമായ ഒരഭിമാനമാണ്. അമ്മാവനൊക്കെ ഒരുപക്ഷെ വളരെ സന്തോഷത്തോടുകൂടിയാണ് മൃദുലേനെ കുറിച്ച് പറയുന്നത്. ഇതിൽ മൃദുലേനെ ഇപ്പോഴും അവർ കാണുന്ന അവരുടെ കാലഘട്ടത്തിലുള്ള ആ സംഗീതത്തിൻ്റെ സൗരഭ്യത്തെ ഇപ്പോഴും എന്താ പറയുക കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിട്ടാണ്. അതെ, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഇത്രയൊരു നല്ലൊരു വാക്കുകൾ കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. രാഘവമാമ ശരിക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സമയത്തും അവാർഡൊക്കെ വാങ്ങുന്ന സമയത്തും ഭയങ്കരമായിട്ട് എപ്പോഴും എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ. അമ്മാവിന് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കണ്ടേ? മൂപ്പർക്കാണ് പഴയ പാട്ടാണ് താല്പര്യം. മൈക്കെടുക്ക്.
പഴയ പാട്ട് തന്നെ പാടാം. അമ്മാവന് ഇഷ്ടമുള്ള പാട്ട് കൊടുക്കണം കേട്ടോ. ഇവരൊക്കെ പ്രായമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മുൻചുണ്ടി ഉണ്ടാവും, അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടി കൊടുത്തില്ലെങ്കിൽ. ആരാധികയുടെ പൂജാകുസുമം ദൂരെറിഞ്ഞു ദേവൻ പാപി വെളിയിൽ തള്ളിയമ്പരഗോപുര വാതിലടച്ചല്ലോ. ആരാധികയുടെ പൂജാകുസുമം ദൂരെറിഞ്ഞു ദേവൻ. ജോബെ പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജിയാണ്. എങ്ങനെയാണ് ഈ സംഗീതമൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ എഞ്ചിനീയറിംഗിൽ? എനിക്ക് തോന്നുന്നു സാർ, എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെയാണ് മ്യൂസിക്കിന് സപ്പോർട്ടും ഒക്കെ കിട്ടിയിരുന്നത്. കോളേജ് ലെവൽ ക്യാമ്പസിൽ നല്ല സപ്പോർട്ട്. അതെ അതെ, ലെക്ചറേഴ്സും അവിടുന്ന് ഫെസ്റ്റിവൽസിന് പോവുകയും അങ്ങനെ. പിന്നെ അതല്ല, എനിക്ക് തോന്നുന്നു ഒരു മൾട്ടിലിംഗ്വൽ കൾച്ചറുള്ള കോളേജായിരുന്നു. പലയിടത്തുനിന്നും ഇന്ത്യയിലെ ഫുൾ ക്രൗഡ് എല്ലായിടത്തുനിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി പാട്ടുകൾ, പുതിയ ജോണേഴ്സ് കേൾക്കാനും, അതായത് എനിക്കൊന്ന് കൂടുതൽ കേൾവി കൂടിയ ഒരു സമയം അതായിരിക്കണം തോന്നുന്നു. എല്ലാ ടൈപ്പ് മ്യൂസിക്കിനോടും നമുക്കൊരു താല്പര്യം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. സാർമാർ പറഞ്ഞ കണക്ക് ഇൻറ്റേർണൽസ് ഒക്കെ എനിക്ക് അത്യാവശ്യം മാനേജ് ചെയ്ത് തരുമായിരുന്നു. ഒരു പാട്ടിന് നമ്മൾ അവരെ മേടിക്കാൻ പറ്റിയിരുന്നു. അങ്ങനെയല്ല, എല്ലാവരും നല്ല പ്രോത്സാഹനമായിരുന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നു ആ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ടൈം തന്നെയാണ് പാരലലി നമ്മൾ മ്യൂസിക്കിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എപ്പോഴാണ് റിയാലിറ്റി ഷോയുടെ തട്ടകത്തിലേക്ക് വന്ന് പ്രവേശിക്കുന്നത്? 2006 എഞ്ചിനീയറിംഗ് ഞാൻ 2005 തീർത്തത്. 6 ഗ്രീൻ ഹാർട്ട് എന്ന് പറഞ്ഞൊരു ബാൻഡിൽ പാടുന്നൊരു സമയമായിരുന്നു, മുരുകൻ ചേട്ടൻ്റെ കൂടെ. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഉണ്ട്, നീ പോയി അപ്ലൈ ചെയ്യൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ കോമ്പറ്റീഷന് പോയി ശരിയാവില്ലോ, നമ്മൾക്ക് അത്രയൊന്നും, ഞാൻ ഭയങ്കര വലിഞ്ഞ് നിൽക്കണം, അപ്പോൾ പറ്റില്ല, നീ എന്തായാലും പോകണമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു സജി എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ നിർബന്ധിച്ച് വിട്ടത്. അപ്പോൾ ഞാനിവരെയൊക്കെ കാണാൻ, ദീപക് സാറ്, ബാലഭാസ്കർ, ബാലചേട്ടൻ, പിന്നെ അൽഫോൺസ് ചേട്ടൻ, ഇവരെയൊക്കെ, സ്റ്റീഫൻ ചേട്ടൻ, ഇവരെയൊക്കെ കാണാനൊരു താല്പര്യത്തോടു കൂടി പോയതാണ്. ഒരു CD ഒക്കെ കൊടുത്തിട്ട് ഒരു സലാമൊക്കെ പറഞ്ഞിട്ട് വരാമെന്നുള്ള രീതിയിൽ പോയതാണ്. പിന്നെ ദൈവാനുഗ്രഹിച്ച് 2ാം സ്ഥാനം വരെ. പഴയ ജോബിനെ നമുക്കൊന്ന് കണ്ടെത്താൻ പറ്റും. അയ്യോ, കാണാൻ കണ്ട, അയ്യോ ഇതൊക്കെ പെട്ടെന്ന് കണ്ടിട്ടേ. ജോബെ, ആ ഡാൻസിന്റെ സ്റ്റെപ്പ് എന്തായിരുന്നു? എന്തായിരുന്നു അത് ഡാൻസ്? അതൊക്കെ എന്തൊക്കെയോ ആണ് സാർ. ജോബേട്ടൻ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കാണാൻ ഒരു എന്താ പറയാ, വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. പാടുന്നതിനെക്കാട്ടും, അങ്ങനെയല്ല, പാട്ട് ഭയങ്കര ഇംപ്രസീവാണ്, പക്ഷെ എന്നാലും അതിനെക്കാട്ടും ഒരു പടി പെർഫോമൻസിന്. അല്ല, ഞാൻ ചോദിച്ചിട്ട് ആ പ്രായത്തില് ഇങ്ങനെയാണ് ജോബ് കളിച്ചെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും? ഇപ്പൊ ഒരു സ്റ്റേജ് കിട്ടിയാൽ എന്തായാലും തകർത്തരിപ്പണമാക്കില്ലേ? ഈ നാണം കുണുങ്ങിയ ജോബ് ഒരുപക്ഷെ സ്റ്റേജിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാല് വേറൊരാളായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണോ? ശരിക്കും എന്താ ജോബെ സംഭവിക്കണേ? എവിടെയോ എന്തോ ഒരു അല്ല, ഇപ്പോൾ മ്യൂസീഷ്യൻസ് ആയാലും അവരുടെ ഒരു വൈബ്, ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടനെ പോലുള്ള ഒരു വ്യക്തി സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കൊരു എനർജി, അത് അങ്ങനെയാണ് സാർ. എനിക്ക് സ്റ്റേജിൽ ഇപ്പോൾ നമ്മുടെ മ്യൂസീഷ്യൻസുമായിട്ടുള്ള അവരുമായിട്ടുള്ളൊരു ടൈമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് മ്യൂച്വൽ ആണെങ്കിൽ ഐ ഹാവ് എ ഗുഡ് ടൈം ഓൺ സ്റ്റേജ്. അതാണ് എന്താണെന്ന് അറിയില്ല സാർ. എന്തൊക്കെയോ കണ്ടപ്പോ അയ്യോ, ഇതൊക്കെ തപ്പിയെടുത്തില്ല, പെട്ടെന്നൊരു ചമ്മൽ. ആ സമയത്തൊരു പ്രോബബ്ലി ആ പാട്ടും ഒക്കെ ഒരു നന്നായി പോയിരുന്ന സമയമാണ് അത്. രംഗ്ദേവ് അന്ന് ഏറ്റവും ഗംഭീരമായി ഹിറ്റായിട്ട് ജോബ് പാടി പാട്ടതായിരുന്നു. प्रीत की लत मोहे सी लागी, हो गई मैं मतवारी, बल बल जाऊं अपने पिया को, है मैं जाऊं वारी वारी.
सुध बुध नाय रही तन मन की ये तो जाने दुनिया सारी बेबस और लाचार फिरूं मैं हारी मैं दिल हारी हारी मैं दिल हारी ഒരു ഫോക്ക് കൈലാഷ് കേർ എന്ന് പറഞ്ഞൊരു ഫോക്ക് സിംഗറിൻ്റെ പാട്ടാണ്. മൃദുലയൊക്കെ അന്ന് ടെലിവിഷൻ നോക്കിയിട്ട് ജോബിന് വേണ്ടിയിട്ട് SMS വോട്ട് ചെയ്തതിന് വേണ്ടിയിട്ടാണ്. അന്നത്തെ കാലത്ത് ജോബിന്റെ പെർഫോമൻസ് ഒക്കെ മൃദുല നോക്കുന്നുണ്ടായിരുന്നോ? ഞാൻ അന്നേ ഭയങ്കര ഫാനായിരുന്നു ജോബിന്റെ. കൂടെ ഇരുത്തിയിട്ട് പോയിരിക്കുക. അല്ല, മൃദുല അങ്ങനെ നുണ പറയുന്ന ആളൊന്നല്ല, സത്യം മാത്രമേ പറയാറുള്ളൂ. അതെ, അങ്ങനെ സത്യം മാത്രം പറയുന്ന ഏക ഗായികയാണ് മൃദുല. നോക്കട്ടെ, മൃദുലനെയും ഇതുപോലെ തന്നെ എനിക്ക് അന്ന് ഫസ്റ്റ് പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ നല്ലൊരു ലെവലിലെത്താൻ പോകുന്നൊരു സിംഗറാണെന്ന്. പിന്നെ നിൻ്റെ ഹാർഡ് വർക്കും പിന്നെ നിൻ്റെ ഡെഡിക്കേഷൻ, പിന്നെ ദൈവം നിനക്കൊരു നല്ലൊരു സിദ്ധി തന്നിട്ടുണ്ട്. അന്ന് മുതലേ പാടുമ്പോൾ യു ആർ വെരി സ്വീറ്റ് വോയിസ് ആൻഡ് യു ആർ ട്രെയിൻഡ്. അപ്പോൾ അതൊക്കെ നിൻ്റെ ലൈഫിൽ ഇപ്പോൾ നീ ഇവിടെ എത്താൻ പറ്റി. ഇനിയും ഞാൻ പറയുകയാണെങ്കിൽ മൃദുല ഇനിയും എത്താനുണ്ട്, ഇനിയും വലിയ നിലയിലെത്താനുണ്ട്, കുറേ പാട്ടുകൾ കിട്ടാനുണ്ട്, അവാർഡുകൾ കിട്ടാനുണ്ട്. സോ ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് നീ ഫൈനൽ 5 എത്തിയിട്ട് മുന്നിൽ ഫൈനലിൽ എത്താൻ പറ്റിയില്ല. അപ്പോൾ എനിക്കതിൽ വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ നീ അത് പുറത്ത് കാണിച്ചില്ല. എനിക്കത് മനസ്സിലായി, യു ആർ എ ട്രൂ മ്യൂസിഷ്യൻ. നീ അതിലൊരിക്കലും തോറ്റ് കീഴടങ്ങില്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ അതാണ് നിന്നെ ദൈവം എത്തിച്ചത്. സ്റ്റീഫൻ മൃദുല അന്ന് തോറ്റിട്ട് വിഷമം ഉണ്ടായിട്ട് മുഖത്ത് കാണിക്കാതെ നല്ല അഭിനയത്രി കൂടിയാണല്ലോ. അതല്ല സർ, എന്താ പറയുക, ഞങ്ങളുടെ കോസിംഗേഴ്സൊക്കെ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അന്ന്. അപ്പം അത്രയും ആ ഒരു ലെവൽ വരെ എത്തുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഒരു ഡ്രീം തന്നെയായിരുന്നു. പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത സൗഭാഗ്യം മൃദുലയ്ക്ക് പിന്നീട് കിട്ടി, രണ്ടുപേർക്കും കിട്ടി. പക്ഷേ വിഷമം ഉണ്ടായിരുന്നു കിട്ടാതെ പോയി. തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവുമല്ലോ ആർക്കെങ്കിലും. പക്ഷേ മൃദുല ജേതാവായിട്ടുള്ള ഒരു സംഗീതമുണ്ട്, അതും സാക്ഷാൽ ദാസേട്ടന്റെ പേരിലുള്ള ഒരു ഷോ. നോക്കാം നമുക്ക്. ഒരു വ്യാഴവട്ടക്കാലം മുമ്പുള്ളതാണ്, 12 വർഷം മുമ്പുള്ള. വലിയ മാറ്റമൊന്നും വിഷയം മൃദുലയ്ക്ക് സംഭവിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് സെയിം ആണ്. എനിക്കൊന്ന് ഇതിനേക്കാളും കുറച്ചുകൂടെ തടി ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ജോബാണാകാൻ മാറിപ്പോയത്. ജോബിന്റെ ആ രൂപവും ഇപ്പോഴത്തെ രൂപം തമ്മിൽ ചാട്ടമൊക്കെ കുറച്ചോ ജോബ? ഇപ്പൊ അയ്യോ, അത് കടുപ്പായി പോയി. അല്ല, ഇപ്പൊ ഇച്ചിരി കൂടെ ഉറപ്പായിട്ടും അതിൻ്റെതായ ഒരു പ്രായത്തിന്റെ ഒരു വ്യത്യാസം എന്തായാലും. കല്യാണം കഴിച്ചപ്പോ നമ്മൾ ഇരുന്ന് പോയല്ലേ? ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളാണ് എന്റെ വൈഫ് ആതിര. അത് എനിക്കറിയാം, ആ കഥയൊക്കെ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അതിനിടയിൽ ഒരാൾ വരട്ടെ. ജോബിനെ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ നല്ലൊരു സഹോദരനാണ്, എപ്പോഴും സ്നേഹം അല്ലെങ്കിൽ നല്ലൊരു സ്നേഹം നിനക്കുണ്ട്, അത് വലിയൊരു ക്വാളിറ്റിയാണ് ജോബ്. പിന്നെ നീ എപ്പോഴും ഡ്രോപ്പ് ആവും, നീ എപ്പോഴും വീക്കാവും സ്റ്റേജിൽ. ഞാൻ പിന്നെ നിന്നെ ചീത്തയൊക്കെ പറഞ്ഞ് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എപ്പോഴും ഐ ലവ് ടു പെർഫോം വിത്ത് യു ഓൺ സ്റ്റേജ്. സ്റ്റീഫൻ, ഒരു പക്ഷേ നമുക്ക് രണ്ടുപേർക്കും പ്രിയങ്കരനായ ഒരു എനർജി, ഒരു സ്റ്റോർ ഹൗസ് അല്ലേ? അല്ല, അതൊരു പുള്ളി വേറെ ഒരു കണക്ഷനാണ് പുള്ളിക്ക് സ്റ്റേജും. ലിറ്ററലി ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം above. മോളിൽ നിന്നൊരു കണക്ഷൻ ഉണ്ട്. നമുക്കത് പുള്ളി മാക്സിമം എനർജി എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര കംഫർട്ടബിൾ ആണ് സ്റ്റീഫൻ ചേട്ടന്റെ കൂടെ. ഞാൻ ഈ ടെൻഷനൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കയറും, ഭയങ്കര ടെൻഷൻ്റെ ആളാണ് സ്റ്റേജ്. അപ്പൊ പുള്ളിയുടെ ഒരു പ്രസൻസ് ആണ് ലിറ്ററലി നീ പൊളിക്ക് പറഞ്ഞിട്ട് മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഒരു പക്ഷേ ഈ ഷോയിൽ നിന്നൊക്കെ കിട്ടി അല്ലേ? വരട്ടെ മൃദുലയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളെ. മൃദുല എന്ന ഗായികയുടെ കഴിവിനെ കുറിച്ച് വിലയിരുത്താൻ
ഞാനാടല്ല. ഞാനൊരു ആസ്വാദക മാത്രമാണ്. എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യം മൃദുലയുടെ അഗാധമായ ഭക്തിയാണ്. ജയത്തിൽ അമിതമായി സന്തോഷിക്കാറുമില്ല. എന്നാൽ അവൾ പരാജയപ്പെടുന്ന സന്ദർഭത്തിൽ അവൾ വല്ലാതെ നിരാശയായി പോവാതിരിക്കാനും ഉള്ള ഒരു വലിയ ശക്തി അവൾക്ക് അവളുടെ അഗാധമായ ദൈവഭക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ജോബാണല്ലോ, ജോബ് എനിക്ക് വളരെ പ്രിയപ്പെട്ട കുട്ടിയാണ്. രണ്ടുപേരും കൂടി പാടാറുള്ള ഡ്യുവറ്റ്സ് ഞാൻ എപ്പോഴും മൃദുലയുടെ അടുത്ത് പറയാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട്. ബോയ്സ് എന്ന പിക്ചറിലത്തെ ആ ഗാനം എനിക്ക് വേണ്ടി അവർ പാടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ജോബേ, മൃദുലയ്ക്ക് ഒരുപാട് ദൈവങ്ങൾ സഹായത്തിനുണ്ട്. എന്താ കാരണം വെച്ചാൽ എല്ലാ അമ്പലങ്ങളിലും പോയി എല്ലാരെയും മൂപ്പരുടെ കൂടെ ആക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു ശക്തിയാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ ഗാനത്തിനും അവസരങ്ങളിലൊക്കെ തെളിയുന്നത്. ഓർത്തോളൂ കേട്ടാ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി പാടിയ ഒരു ഡ്യുവറ്റാണ് ഒരുപക്ഷെ മൃദുലയുടെ അമ്മയ്ക്ക് താല്പര്യം. ഒന്ന് നമുക്ക് നോക്കിയാലോ? 2 ലൈൻസ് അമ്മ പറഞ്ഞ പാട്ട് ലൈൻസ് പാടാം. Boom boom shikaka shikaka ga boom boom yeah. Boom boom shikaka shikaka boom boom oh oh yeah. காதல் இதுதான் என்று கேட்குமா, காதல் இதயம் எத்திர்பார்க்குமா. Boom boom shikaka shikaka ga boom boom yeah. Boom boom shikaka shikaka boom boom oh oh yeah. காதல் இதுதான் என்று கேட்குமா, காதல் இதயம் எத்திர்பார்க்குமா. മൃദുലയുടെ അമ്മ പാടില്ലായിരുന്നോ? അമ്മ പാടും. അമ്മ ഒരു ഡാൻസറും കൂടിയാണ്. പക്ഷേ മൃദുല പക്ഷേ ഈ ജോബിനെ പോലെയല്ല, ഒരിക്കലും ഒരു ചുവട് പോലും സ്റ്റേജിൽ വെക്കില്ല. ഡാൻസ് കളിച്ചിട്ടില്ല കുറച്ച്. പക്ഷെ എന്നാലും മൃദുലയ്ക്ക് അത് വഴങ്ങുന്നില്ല. ഈ അമ്മ നർത്തകിയൊക്കെ ആയിട്ട് എന്തുകൊണ്ട് ആൾക്കാർ ഒരു ഇത് വന്നില്ല താല്പര്യം? അതെന്താ, അത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണല്ലോ അതൊക്കെ ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും. അമ്മയത് കൈമാറിയില്ല, കൈവച്ചോണ്ടിരുന്നത്. അയ്യോ അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പിന്നെ പാടാനായിരുന്നു കൂടുതലും താല്പര്യം, അതുകൊണ്ടായിരിക്കും. പിന്നെ എന്താ കാരണം വെച്ചാൽ മറ്റു കുട്ടികളൊക്കെ ഈ റിയാലിറ്റി ഷോയിൽ കിടന്ന് തകർക്കും, തലകുത്തി മറിയുമ്പോഴും മൃദുല പക്ഷേ പാട്ടിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക കൂടുതലും. ഇന്നത്തെ കാലത്ത് കുറച്ച് ചാട്ടം കൂടെ വേണം കേട്ടാ, പാട്ടിന്റെ കൂടെ. വരട്ടെ. ഹായ് മൃദുല. 8ാം ക്ലാസ് മുതലാണ് എൻ്റെ സ്റ്റുഡൻ്റ് ആവുന്നത്. മൃദുലയ്ക്ക് പാട്ടിൻ്റെ ഇതിൽ മാത്രമായിരുന്നു താല്പര്യം. ഒരുങ്ങുന്നതിലോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളായിട്ട് പെട്ടെന്ന് മിങ്കിളാവുന്ന ഒരു കുട്ടിയായിരുന്നില്ല മൃദുല. അതുകൊണ്ട് തന്നെ മൃദുല അങ്ങനെ ആളുകളോട് അധികം സംസാരിക്കാത്തൊരു കുട്ടിയാണെന്നാണ് എല്ലാവരുടെയും വിചാരം. കുറച്ച് റിസർവ്ഡ് പക്ഷെ പിന്നെ അങ്ങോട്ട് നമ്മളൊരു 6 മാസം ഒരുമിച്ചുണ്ടായിരുന്നു സാധാ ഷോയിൽ. ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലമേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് പ്രോബ്ലമേ ഉള്ളൂ, പിന്നെ കത്തി കയറിക്കോളൂ. മൃദുല ഈ പാട്ടൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പല ആൾക്കാരുണ്ട്. പാട്ട് പഠിച്ചത് ഒരു പ്രൊഫഷനാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ പാട്ടെന്ന് പറയുന്നത് അവരുടെ ഒരു ഹോബിയായിട്ട് മാത്രം എടുക്കുന്നവരുണ്ട്. മൃദുല ചെറിയ വയസ്സിലൊക്കെ പാട്ട് പഠിച്ച സമയത്ത് ഇങ്ങനെ റിയാലിറ്റി ഷോകളിലും പിന്നീട് സിനിമയിലൊക്കെ പാടുന്നൊക്കെ അങ്ങനെയുള്ള വലിയ വിശ്വാസം ഉണ്ടായിരുന്നോ? അതെയോ അതൊക്കെ ഇങ്ങനെ ആകസ്മികമായിട്ട് വന്ന് ഭവിച്ചതാണോ? ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നോ? എന്താണ് മൃദുല? സർ, ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. കുട്ടിക്കാലം മുതലേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അറിയപ്പെടുന്നൊരു ഗായിക ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ പേരൻസിനും എൻ്റെ ഏട്ടനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ അങ്ങനെ കിടക്കുന്ന ആയതുകൊണ്ട് എന്തുകൊണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കാം എന്തായാലും കുറച്ച് പേര് അറിയുന്നൊരു ഗായികയായി മാറാൻ സാധിച്ചു. ഒട്ടും പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു സാർ, ഇങ്ങനെ വന്നു. ആരായിരുന്നു മൃദുല ഒരു റോൾ മോഡൽ? ലൈഫിൽ പല ഗായകരുണ്ടാവുമല്ലോ, ഏതെങ്കിലും ഗായികയുടെ പേര് പറഞ്ഞാൽ മറ്റു ഗായിക ഇഷ്ടപ്പെടാതിരിക്കുമെന്ന് വിചാരിച്ചൊന്നും പറയാതിരിക്കണ്ട. അല്ല സാർ, ഞാൻ ചെറുപ്പം മുതൽ ലതാജിയുടെ ഒരു ഡൈഹാർഡ് ഫാനായിരുന്നു, ഇപ്പോഴും ആണ്. ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കാറുണ്ട് ലതാജിയുടെ. ഒരു പഴയ പാട്ട് നമുക്ക് ലതാജിക്ക് വേണ്ടി എന്താ പറയണ്ടേ? जिया लागे ना तेरे बिना
तेरे बिना मेरा कहीं जिया लागे ना, ना जिया लागे ना। ജോബിനെ 18 വർഷമായി അറിയാം. ജോബ് അടുത്ത സുഹൃത്താണ്. അവൻ്റെ സംഗീതത്തോടുള്ള ഡെഡിക്കേഷൻ, പാഷൻ ഇതെല്ലാം അന്ന് തൊട്ടേ എല്ലാവർക്കും അറിയാം. എല്ലാവരും അതിനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. എല്ലാ കാര്യത്തിനും അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പുറത്ത് ട്രിപ്പിന് പോകാനാണെങ്കിലും ഫുഡിങ്ങിനും എല്ലാ കാര്യത്തിലും. പക്ഷേ സംഗീതം വിട്ടുള്ള ഒരു പരിപാടിക്ക് അവൻ ഇല്ല. ഫോർ എക്സാമ്പിൾ അന്ന് തൊട്ടേ അവൻ തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല. പാല്, തൈര് അല്ലെങ്കിൽ ഐസ്ക്രീംസ് ഇതൊന്നും അവൻ കഴിക്കില്ല. അപ്പോൾ വളരെ കൺട്രോൾഡായിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു അന്ന് തൊട്ടേ അവൻ. പിന്നെ മനസ്സിൽ വരുന്ന വേറൊരു കൗതുകകരമായിട്ടുള്ള കാര്യം, അവൻ്റെ ഫൈനൽ ഇയർ പ്രൊജക്റ്റിൻ്റെ സമയത്ത്, ഫൈനൽ ഇയർ ജൂറിയുടെ സമയത്ത് അവൻ്റെ ഫൈനൽ തീസിസ് പ്രസൻറ്റേഷൻ നടക്കാൻ കൂടെയുള്ള 3 കുട്ടികളുണ്ട്. 3 കുട്ടികളുടെ ടേൺ കഴിഞ്ഞിട്ട് അവനോട് ജൂറി ചോദിച്ചത് ഒരു പാട്ട് പാടാനായിരുന്നു. ആ സംഭവം നീ ഓർക്കുന്നില്ലേ? അത് ഞങ്ങളെല്ലാവരും എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ചിട്ട് നീ വിവരിച്ചാൽ നന്നായിരിക്കും. ജോബിൻ്റെ സുഹൃത്താണ്. വേലായുധപ്പൂർ. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ്. അതെ, എൻ്റെ അത് പറഞ്ഞപ്പോൾ പിന്നെ ജോബിൻ്റെ മുഖത്തൊരു ഒരു ചമ്മല്. വളരെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നൊരു ധാരണ ഉണ്ടായില്ല ഇപ്പോൾ. പെട്ടെന്ന് അടിച്ചു. അല്ല, പുള്ളി എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് സീനിയറാണ്. അപ്പം ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്ന വൈവയ്ക്ക് പ്രസൻറ്റേഷൻ സമയത്ത് ഇപ്പം നമുക്ക് ഈ പറയുന്നത് പ്രോജക്റ്റിൻ്റെ സൈഡിലോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പാസ്സാവണം എന്നൊക്കെ ഉള്ളതാണ് ഉദ്ദേശം. പക്ഷേ ആക്സിഡൻ്റലി പെട്ടെന്ന് നമ്മുടെ ക്ലാസ് പ്രൊഫസർ തന്നെ പറഞ്ഞു ഹീസ് ഗുഡ് സിംഗർ എന്ന് പറഞ്ഞ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തു. എക്സ്റ്റേണൽ വൈവ എടുത്ത്. ഓ യാ ഇസ് ഇറ്റ് അന്നോ സിംഗ്. എക്സ്റ്റേണൽ വൈവാണ്. ആ പാടെ ടെൻഷൻ അടിച്ചിട്ട് എന്താ ഇതേ അവസ്ഥയാണ്. ടെൻഷൻ്റെ നടുക്ക് നിൽക്കുക. അപ്പോൾ പക്ഷേ ഞാൻ റഫി സാബിൻ്റെ ഒരു പാട്ട് അവർക്ക് വേണ്ടി അന്ന് പാടിയിരുന്നു. കുറച്ച് മാർക്കൊക്കെ എക്സ്ട്രാ വന്നോ എന്നൊരു ചെറിയ സംശയമുണ്ട്. പാട്ട് പാടി വൈവ നടന്ന ആളാണ്. വൈവ കുറച്ച് കൂടുതൽ. ഏത് പാട്ടാണ് പാടിയത്? ചൗദവി കാ ചാന്താണെന്നാണ് എൻ്റെ ഓർമ്മ. चौदवी का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो, चौदवी का चांद हो. വെറുതെ അല്ല വൈബ കടന്നു പോയത്. ഈ പാട്ടില്ലായിരുന്നു ചിലപ്പോൾ പരീക്ഷ തോറ്റേനെ. തട്ടിക്കൂടിയാണ്. പക്ഷേ കുറച്ച് മാർക്ക് കൂടുതൽ വന്നു. ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ കുറച്ച് പാട്ടും കൂടി ഇനി പഠിക്കണം. ഇനി ജോബിൻ്റെ ഒരു ഏടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. നോക്കാനാണ് മൃദുലയെ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ കോമ്പറ്റീഷൻ, യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത്, ഞാൻ ലൈറ്റ് മ്യൂസിക് സമ്മാനം വാങ്ങിക്കുന്ന സമയത്ത് മൃദുലയ്ക്കായിരുന്നു ഫീമെയിൽ കാറ്റഗറിയിൽ 1ാം സമ്മാനം. അന്നോട്ടേ ഉള്ള ഒരു പരിചയമാണ്. അതിനുശേഷം നിരവധി റിയാലിറ്റി ഷോയിൽ കണ്ടു. വളരെ ഇഷ്ടമുള്ളൊരു സിംഗറാണ്. ആ വോയിസ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ എല്ലാം നല്ല ശ്രദ്ധ പിടിച്ച് പറ്റിയ പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃദുല ഇത്രയും നല്ല ഉയർച്ച വരുന്നതിൽ വലിയ സന്തോഷം. വീട്ടിൽ നിന്നും നല്ല സപ്പോർട്ടാണ്. എവിടെ പോയാലും അച്ഛൻ കൂടെ ഉണ്ടാവാറുണ്ട്. ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് ഇതുവരെയുള്ള, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരാനായിട്ട് ഉള്ള പ്രോത്സാഹനം എന്താണ് എന്നറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ പാടിയിട്ടുണ്ട്, കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഡ്യുവറ്റ് സോങ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് മൃദുല ഒന്ന് പാടണം. നിങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ടോ? ഏറ്റുമുട്ടിയിട്ടില്ല. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ് ചെറുപ്പം മുതലേ, പറഞ്ഞല്ലോ. അല്ല, റിയാലിറ്റി ഷോയുടെ വേദികൾ നിങ്ങൾ തമ്മിൽ മത്സരിച്ചിട്ടില്ല? ഇല്ല, മത്സരിച്ചിട്ടില്ല. സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. മൃദുലയുടെ മുമ്പേ കടന്നുപോയി പുള്ളി.
മുംബൈ ആയിരുന്നു. എനിക്കും അന്ന് കുട്ടിക്കാലം മുതലേ ഈ ദൂരദർശനിലൊക്കെ വരാറുണ്ടായിരുന്നില്ല നജീംക്ക ഈ ലൈറ്റ് മ്യൂസിക് ഒക്കെ പാടുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോഴേ ഞാനും നജീംക്കയുടെ ഫാനായിരുന്നു. ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് പാടാറുള്ളത് ഇപ്പോഴും. അതെ, ഫാമിലിയുടെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ ശരിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അച്ഛനും അമ്മയും എൻ്റെ ബ്രദറും പിന്നെ ഇപ്പോൾ ഹസ്ബൻഡും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് എനിക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ലെവലിലെങ്കിലും നിൽക്കാൻ. ഡോക്ടറല്ലേ? അതെ, ആയുർവേദ ഡോക്ടറാണ്. പാട്ടിലാണ് മൂപ്പറ വീഴ്ച? ഓ അല്ല, മാട്രിമോണി വഴിയാണ്. പക്ഷേ പാട്ടുകാരിയാണെന്നുള്ള കാര്യം മൂപ്പർക്ക് അറിയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ മൃദുല നിന്നെ കല്യാണം കഴിക്കാൻ കാരണം നീ ഒരു പാട്ടുകാരി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല. നജീമിന് വേണ്ടി ഒരു പാട്ടുണ്ട്, നമുക്ക് മൂപ്പറെ കൊണ്ടുവന്ന ശേഷം പാടിക്കാം. മൃദുലയ്ക്ക് സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്രൊഫഷനും ഫാമിലിയും ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു ഞാനൊരു വളരെ ബ്ലെസ്ഡ് ആയിട്ട് വിചാരിക്കുന്നു അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ. കാരണം അങ്ങനെ ഒരു വളരെ തിരക്കുള്ളൊരു ആർട്ടിസ്റ്റ് നമ്മുടെ വൈഫായിട്ടിരിക്കുകയും ഫാമിലി ലൈഫിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഫാമിലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം പ്രൊഫഷണൽ ഇൻവോൾവ് ചെയ്യുകയും എന്നാൽ പ്രൊഫഷണൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതിരിച്ചിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഡോക്ടർ വളരെ കോപ്പറേറ്റീവ് ആണല്ലേ? അതെ അതെ അതെ, ഒരുപാട് കോപ്പറേറ്റീവ് ആണ്. ഒരുപാട് സഹിക്കുന്നുണ്ട്. സഹിക്കുന്നുണ്ടാവും. മൃദുലയാണെങ്കിൽ ടൂറായിരിക്കും, പാട്ടും പരിപാടി സ്റ്റേജൊക്കെ ആയിട്ട്. ചായ ഒക്കെ വെച്ച് കൊടുക്കാറുണ്ടോ മൂപ്പർക്ക്? അയ്യോ സത്യമായിട്ടും. പക്ഷെ ഇപ്പൊ വീക്കെൻഡ്സിൽ മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. ഞാനിപ്പോ ആലുവ സെറ്റിലാണ്. ഹസ്ബൻഡ് ഇപ്പം പട്ടാമ്പിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീക്കെൻഡ്സിൽ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് ചായയും ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമോ? ഭക്ഷണം ഉണ്ടാക്കും. സത്യം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഒക്കെ? വെജിറ്റേറിയൻസ് ആണ് ഞങ്ങൾ പൊതുവെ. അപ്പോൾ ഭക്ഷണം എല്ലാ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കുമോ? നല്ല സാമ്പാറും അവിയലും ഉണ്ടാക്കാറുണ്ട്. ആർക്കറിയാം ജോബേ, നമ്മളെ വിളിച്ച് വല്ല ഭക്ഷണം തന്നാൽ മാത്രമേ നമുക്ക് അച്ഛൻ ഇവിടെ ഇരിക്കുന്നു, സാക്ഷ്യം പറയാൻ വേണ്ടിയാണ്. പക്ഷെ ഭർത്താവ് നന്നായിട്ട് പാടുമല്ലേ? പാടും, പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു പാട്ടുകാരിയുടെ ഒരു പ്രശ്നങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാകുന്ന ആളാണ്. അപ്പൊ നജീം ചോദിച്ചൊരു പാട്ടുണ്ട്, മൃദുലയോടൊരു പാട്ട് പാടി കൊടുക്കാനാ പറഞ്ഞത്. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയ കുറച്ച് പാട്ടുകളുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ഗോപി സാർ മ്യൂസിക് ചെയ്തിട്ടുള്ള മിലി എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു പാട്ടാണ്. ആദ്യമായി കണ്ടു നിൻ മിഴിയിലെന്നെ ഏകയായി നീങ്ങുമെൻ വഴികളിൽ ഞാൻ ഹൃദയമാ ശലഭമായി പുതുമഴയായി വേനലിൽ ഗോപികേ എന്താണ് ഇതിനകത്ത് പ്രസക്തി എനിക്ക് മനസ്സിലായിട്ടില്ല. മൃദുലയ്ക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായ ഒരു വിദ്വാനോട് ഇരിപ്പുണ്ട്. അല്ല, ഞാൻ വിചാരിച്ചു മൃദുലയുടെ ഏതെങ്കിലും വീഡിയോ ആയിരിക്കും പ്ലേ ചെയ്യാൻ നോക്കുമ്പോ എങ്കയോ പാത്ത മാതിരി പെട്ടെന്ന്. അയ്യോ, വെരി നൈസ് ടു സീ ഹർ. ആരാണത്? എന്റെ വൈഫാണ്. ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. ഇങ്ങനെ ഷോയിൽ പാടിയാരി അറിഞ്ഞിട്ടില്ല. ഈ വീഡിയോ കണ്ടിട്ടില്ല. അല്ല, ഭാര്യ തന്നെ അല്ലേ? മാറിപ്പോയൊന്നുമില്ലല്ലോ. മാറിപ്പോയോ നമുക്ക് നോക്കാം, വരട്ടെ. എൻ്റെ ഒത്തിരി കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഹോപ്പ് എന്നുള്ളൊരു പ്രൊജക്റ്റിലൂടെ അത് ദൈവം സഹായിച്ചത് നന്നായി വന്നു. ഇനി ഒരു ഫ്യൂച്ചറിലുള്ള ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് ഇനിയും എന്താണ്? കാരണം ഇപ്പം ഓൾറെഡി എൻ്റെ അടുത്ത് ഒത്തിരി കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഓൾറെഡി നടന്നു കഴിഞ്ഞു.
ദൈവം സഹായിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം ഇനി എന്താണ് അച്ചീവ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇനി എന്താണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയത്തക്ക വണ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണെന്നൊന്ന് പറയാമോ? ഇതാണ് ജോബിന്റെ ഭാര്യ. ഈ ഭാര്യ തന്നെയായിരുന്നു നേരത്തെ പാടിക്കൊണ്ടിരുന്നത് അല്ലേ? ഈ ഭാര്യയെ ഭാര്യയാക്കിയത് എവിടെ നിന്ന് വെച്ചാണ്? നമ്മുടെ സ്റ്റുഡിയോ ഫ്ലോർ വെച്ചാണ്. ആ പ്രണയം അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നോ മൃദുല? ചെറുതായിട്ട് ചോർന്ന് കിട്ടിയിരുന്നോ? മറ്റേ ആതിര പാടുമ്പോൾ ജോബ് വല്ലാതെ കൈയടിച്ചിരുന്നുള്ള കാര്യം മൃദുല ശ്രദ്ധിച്ചെന്ന് അല്ലേ? ാണല്ലോ. അല്ല, എനിവേസ് ഒരു നല്ലൊരു കാലം ആയിരുന്നു. എനിക്കൊരു ഡബിൾ ബൊണാൻസ് ആയിരുന്നു. സൂപ്പർ സ്റ്റാർ എൻ്റെ പത്നി, പിന്നെ യഥാർത്ഥ പ്രൈസ് ആതിരയായിരുന്നു അല്ലേ? അതെ അതെ അതെ. ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ട് മൂപ്പർ കിട്ടിയ ട്രോഫിയുടെ പേരാണ് ആതിര. അല്ല, സത്യമായിട്ടും വളരെ വളരെ സപ്പോർട്ടീവ് ഒരു വൈഫാണ്. പക്ഷേ എന്താ പറയാ, ഈ നാണം കൂടിയായ ജോബ് എങ്ങനെ പോയി അവിടെ പ്രണയത്തിൽ പോയി കുടുങ്ങി എന്നുള്ളതാണ് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുന്ന കാര്യം. എങ്ങനെ സംഭവിച്ചു ഇത്? ആരാണ്? ആതിരയാണോ എന്നെ വൺ സ്റ്റെപ്പ് ഫോർവേഡ് വന്ന് ജോബാണ്? ആരായിരുന്നു? ഞാനാണ് ആ കള്ളൻ. ഞാൻ പുള്ളിക്കാരിയുടെ ഒരു വൈബ് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. വൈബ് ഇഷ്ടപ്പെട്ടപ്പോൾ വൈഫാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി. അവസാനം ആ ഒരു പുള്ളിക്കാരി സിക്സ്ത് പൊസിഷനിൽ അതിൽ നിന്ന് ഇതാവാണ്. അപ്പം ആ സമയത്ത് ഞാൻ പതുക്കെ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. മറ്റേ എലിമിനേഷന് മുമ്പ് തന്നെ കാര്യം പറഞ്ഞു? എലിമിനേഷന്റെ കൂടെ പറഞ്ഞു. അപ്പോഴാണ് ഒരു അല്ല, ലിറ്ററലി അങ്ങനെയായിരുന്നു. അല്ല ജോബേ, നീ ഒരു കൺവെൻഷണൽ ഫാമിലിയിലൊക്കെ ജനിച്ച് എന്താ പറയുക, പിന്നെ ആ കുടുംബ പശ്ചാത്തലം ഇതെന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത മതസ്ഥരും കൂടിയാണ്. അങ്ങനെ ഒരു സാഹസികമായ സ്റ്റെപ്പ് എടുക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു അനന്തര ഫലം എന്നൊക്കെ ഉള്ളത് ജോബ് ശ്രദ്ധിച്ചിരുന്നോ? അല്ല, അതൊക്കെ പിന്നെ ശരിയായി വന്നു പോയി, ദൈവം അനുഗ്രഹിച്ചിട്ടെല്ലാം ഓക്കെ. ആ സമയത്ത് അതിനെക്കുറിച്ച് ആ സമയത്ത് എനിക്ക് തോന്നിയത്, ഇപ്പം മ്യൂസീഷ്യൻസ് ആകുമ്പോൾ സാർ നമ്മൾ ഒരു നോർമൽ ഒരു പാട്ടിലെന്ത് ജാതി മതമല്ലേ? അതെ, അല്ല അത്രേ ഉള്ളൂ. കറക്റ്റ് അല്ലേ? മ്യൂസിക്കിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ മതം യഥാർത്ഥത്തിൽ പാട്ടായിരുന്നു, സംഗീതമായിരുന്നു. അതെ, സപ്പോർട്ടീവായിട്ടൊരാള് എന്നുള്ളതാണ്. പക്ഷെ ആദ്യം കുറച്ച് ജർക്ക് ചെയ്തോ കുടുംബത്തില്? കുറച്ചൊക്കെ നാച്ചുറലായിട്ടുള്ള. പിന്നെ എങ്ങനെ അച്ഛനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു എടുത്തു? അല്ല, എനിക്ക് തോന്നുന്നു ബൈ ടൈം കുറച്ച് കാലം, ഒരു 7-8 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. ആ സമയത്ത് എല്ലാവർക്കും അറിയുമായിരുന്നു. നമ്മുടെ പ്രണയം നാട്ടിൽ മുഴുവൻ അറിഞ്ഞിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിരുന്നു ആദ്യമേ ഇങ്ങനെ താല്പര്യമുണ്ട്. അപ്പം എത്രത്തോളം പോകും എന്നുള്ളതായിരിക്കാം വീട്ടുകാരെ. ഇടയ്ക്ക് വെച്ചെങ്ങാനും പോകുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ വിടാണ്ട് പിടിച്ചു. അല്ല, അത് പിന്നെ അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. വളരെ ഹാപ്പിയാണ്, ഇന്നും വളരെ സന്തോഷമായിട്ടാണ്. വെരി ഗുഡ്. എന്തായാലും ഹോപ്പ് എന്നുള്ളൊരു ആൽബത്തെ കുറിച്ച് വൈഫ് പറയുന്നുണ്ട് അല്ലേ? അതിനെ പറയുന്നുണ്ട്. പുതിയൊരു ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റ് ചെയ്തതാണ്. വേണം, ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ. ടോപ്പ് പാട്ടുപാടുകൾ സിനിമയിൽ ആരിലൂടെ കാണുന്നതാണ് ഇഷ്ടം? ഫഹദ്, പൃഥ്വിരാജ്, ദുൽഖർ. വേഗം ആലോചിക്കില്ലേ? ആതിരയ്ക്ക് വേണ്ടി ഏറ്റവും അധികം പാടിയിട്ടുള്ള പാട്ട്, ആതിരയ്ക്ക് വേണ്ടി ഏറ്റവും നോണ പറയുന്നത് കള്ള. ഇവിടെയാണ് കള്ള. ഇതിൽ ഒരേ സമയം AR റഹ്മാനെയും ഇളയരാജയുടെയും അവസരം വന്നാൽ ഏത് തിരഞ്ഞെടുക്കും? ആരുടെ കൂടെ ഡ്യുവറ്റ് പാടുന്നതാണ് കൂടുതൽ സന്തോഷം? ജോബ്, നജീം അർഷാദ്, വിജയ് യേശുദാസ്? സത്യം പറഞ്ഞു.